ഞാനും അനുശ്രീയും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അതെ, ഇപ്പോൾ ഒരു ഉന്മേഷമായി. ഇനി നമുക്ക് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് നിങ്ങൾ കാത്തിരിക്കുന്ന താരങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തും. ആദ്യം ക്ഷണിക്കുന്നത് മലയാളികൾ എവിടെ ചെന്നാലും വളരും എന്നുള്ളതിന് ഒരു ഉത്തമ എക്സാമ്പിളാണ് ശ്രീ ബൈജു തിട്ടാല. അദ്ദേഹം കേംബ്രിഡ്ജിന്റെ നഗരപിതാവാണ്, അദ്ദേഹം കേംബ്രിഡ്ജിന്റെ മേയറാണ്. എക്സ്ട്രീംലി വെള്ളക്കാരുടെ മാത്രം ഒരു വോട്ടിംഗ് ഏരിയ ആയിട്ട് പോലും നമ്മുടെ ഒരു മലയാളി കോട്ടയംകാരൻ കേംബ്രിഡ്ജിലെ മേയറായി മാറുക എന്ന് പറയുന്നത് നമുക്ക് പുളകമുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ അഭിമാനമായ ശ്രീ ബൈജു തിട്ടാലയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സ്വാഗതം സർ. ശ്രീ ബൈജു തിട്ടാലയോട് ഈ വേദി അഡ്രസ് ചെയ്യാനായിട്ട് സ്വാഗതം ചെയ്യും. ഈ പടത്തിന്റെ അതിൽ ഞാൻ ആദ്യം ധരിച്ചു വെച്ചിരുന്നത് ഒരു സെക്കൻഡ് പാർട്ടാണ്. ARM എന്ന് പറഞ്ഞ മലയാളം സിനിമ ഒരു വലിയ വിജയമാകട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആശംസിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഇവിടെ നിൽക്കാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് പ്രീ റിലീസ് ഇവൻറ്റുകളൊക്കെ ടി വിയിലൊക്കെ കാണാറുണ്ട്. ആദ്യമായിട്ടാണ് നമ്മൾ ഇന്ത്യയിലും നമ്മുടെ കേരളത്തിൽ മാത്രമല്ലാതെ അല്ലെങ്കിൽ ദുബായിൽ മാത്രമല്ലാതെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലൊരു പ്രീ റിലീസ് ഇവൻറ്റ് നടക്കുന്നത്, അത് പ്രത്യേകിച്ച് UK-ൽ. ഹലോ മലയാളി ഫാമിലി, എനിക്ക് സ്വന്തം എല്ലാവരും ഇപ്പം നമ്മുടെ ഫാമിലി ആയി മാറി. അപ്പം ഈ ഇവൻറ്റിൽ ARMൻ്റെ പ്രീ റിലീസ് ഇവൻറ്റിൽ നമുക്കൊക്കെ ഈ ഹിസ്റ്ററിയുടെ ഭാഗമാവാൻ കഴിയാന്നുള്ളൊരു വലിയ കാര്യമാണ്. ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവരും വന്നു ചേർന്നതിൽ വളരെ സന്തോഷം. ഇപ്പോൾ ചോദിച്ച പോലെ തന്നെ ഇനി പ്രോഗ്രാം കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, തീർച്ചയായിട്ടും ഒരുപാട് പ്രോഗ്രാംസ് ഇനി UK-ലേക്ക് നമ്മളത്ര വരുന്നുണ്ട്.
കാണല്ലോ. അപ്പൊ എന്താ ആ സിനിമ എടുത്ത ആളുള്ള ഒരു സ്നേഹം, ഒരു ഇച്ചിരി കൈയടിയാണ് ഞങ്ങളുടെ. ഹലോ മാഞ്ചസ്റ്റർ. ജിതിൻ ശരിക്കും പറഞ്ഞ വിഷൻ ചെയ്തേക്കുന്ന സാധനം ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു സംവിധായകൻ അദ്ദേഹത്തിന്റെ മാഗ്നം ഓപ്പസ് ആയിട്ട്, അതായത് രാജമലി ബാഹുബലി എടുത്തത് തന്നെ ഏതാണ്ട് 8ാമത്തെയോ 7ാമത്തെയോ പടമായിട്ട് കണ്ടാണ്. പക്ഷെ ആദ്യത്തെ പടത്തിൽ തന്നെ മലയാളത്തിന് വേണ്ടി ആ സ്കെയിലിൽ ഒരു സിനിമ, അതായത് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ സിനിമ കന്നഡയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് യഷിന്റെ KGF കൊണ്ടുവന്ന ഓമ്പാലയാണ്. തെലുങ്കിലും തമിഴിലും ഒക്കെ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും മൈത്രിയും അങ്ങനെയുള്ള വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. മലയാളത്തിന്റെ മാഗ്നം ഓപ്പസ് ആണ് നമ്മൾ കാണാൻ പോകുന്ന ആചാര്യഘോഷണം. ജിതിൻ, ഇതൊരു ചെറിയ പടമാണ്. ചെറിയ പടം ലോഞ്ച് ചെയ്യുന്നത് മാഞ്ചസ്റ്ററിലും ഡബ്ലിനിലും, ഇത് കഴിഞ്ഞ് ദുബായ്, സൗദി അല്ലേ? ഹലോ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഓൾ. എനിക്ക് ഇങ്ങനൊരു പടം എനിക്ക് തോന്നുന്നു ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു. എല്ലാവരും ദുബായിൽ പോയി ചെയ്യുന്ന പോലെ UK വന്നൊരു പരിപാടി ചെയ്യണം. ഞാൻ ഇതുവരെ UK കണ്ടിട്ടില്ല. അതിൻ്റെ ഒപ്പത്തിന് ഇതും കൂടെ നടക്കുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഈ സിനിമയെ കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ രാജ്യങ്ങളും കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ARM വളരെ സമയമെടുത്ത് ചെയ്തതാണ്. സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നേരത്തെ നടന്നിരുന്നെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ 8 വർഷം അത് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാത്ത 8 വർഷമാണ്. അതുകൊണ്ട് എനിക്ക് നേരത്തെ എല്ലായിടത്തും പറഞ്ഞ പോലെ നിങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത 3 ടൊവിനോ തോമസിനായിരിക്കും നിങ്ങളെല്ലാവരും ARMൽ 3Dയിൽ കാണാൻ പോകുന്നത്. പിന്നെ എൻ്റെ റൈറ്റർ സുജിത്തേട്ടൻ, ഞങ്ങളൊരു കോമ്പോ. പിന്നെ ടെക്നീഷ്യൻസ് ജോമോൻ ചേട്ടൻ, ഷമീറേട്ടൻ, അങ്ങനെ ഒരു 200 and 250 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരു ക്രൂവിൻ്റെ ഒരു കളക്റ്റീവ് എഫേർട്ടാണ് ഈ സിനിമ. അല്ലാതെ ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ മറ്റേ ചെയ്തതല്ല. ഇവരെല്ലാവരെയും ഒന്ന് കോർഡിനേറ്റ് ചെയ്തു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ, പിന്നെ എന്നെ പോലെ സാധാരണ ട്രിവാൻഡ്രത്തുനിന്ന് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റും എന്നെനിക്ക് ബോധ്യമായി. അതേപോലെ സിനിമ സ്വപ്നം കാണുന്ന എല്ലാവർക്കും നിങ്ങൾ ഡ്രീം അത്രയും വലുതായിട്ട്, അത് എത്ര വർഷമാണെങ്കിലും ആ പേഷ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നേടിയെടുക്കും എന്നതിനുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ. 100%. അത് തന്നെയാണ് ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ, സിനിമ സ്വപ്നം കണ്ടെടുക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. നമ്മൾ എല്ലാവരും അറിയാം. നമ്മളിൽ പലരും പ്രവാസം സ്വീകരിച്ച് ഇവിടെ വന്ന് നാടിനും വീടിനും വേണ്ടി ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപേക്ഷിച്ചത് സിനിമ എന്ന സ്വപ്നങ്ങളാണ്. പക്ഷെ ഇറ്റ്സ് നെവർ ടു ലേറ്റ്. ഉറപ്പായിട്ട് ഇത് പറഞ്ഞ ടെസ്റ്റ്മെന്റ് അതാണ്. അതേപോലെ നമ്മൾ സിനിമയുടെ ആവശ്യത്തിന് മറ്റേ ഓട്ടോയിലും സ്കൂട്ടറിലും ഇതിലൊക്കെ കയറി നടന്നിട്ടുണ്ട്. UK ലിമോസിനിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ തന്നെ ലിമോസിൻ, ഓക്കെ, അത് കൊള്ളാം. നമ്മുടെ സ്വപ്നങ്ങൾ നടന്നു വരുന്ന സൂപ്പർ. ഇവരിവിടെ പറഞ്ഞതുപോലെ നരിക്കുനി, അത് കോഴിക്കോടിന്റെ അങ്ങേ അറ്റത്ത് താമരശ്ശേരിന്റെ തൊട്ട് താഴത്തുള്ള കൊടുവള്ളിന്റെ പരിസരത്തുള്ള നരിക്കുനിയിൽ നിന്ന് UK വരെ വരിക എന്ന് പറഞ്ഞാൽ അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അതിന് കാരണമായത് ARM എന്ന ഈ ഒരു സിനിമയാണ്. അതിൽ ARMലേക്ക് എന്നെ ക്ഷണിച്ചത് ജിതിനാണ്.
ഞാൻ നേരത്തെ നമ്മളന്ന് രാവിലത്തെ മീറ്റിംഗ് പറഞ്ഞിരുന്നു, ഇതിൻ്റെ റീറ്റെയിൽ കാസ്റ്റ് ഉണ്ട്, അവിടെ പറഞ്ഞവർ കേട്ടവർ ഒന്നുകൂടെ ക്ഷമിക്കേണ്ടതുണ്ട്. എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ നടക്കുന്ന സമയത്ത് കാത്തിരുന്നു എന്നുള്ള പാർവതിയുടെ ആ പാട്ട് നടക്കുമ്പോൾ ഒരു സ്റ്റെയർ കേസിൻ്റെ മുകളിൽ കൂടെ ഞാനൊരു കത്തും കൊണ്ട് പോകുന്നുണ്ട്. ആ താഴെ ആളുകളെ പാസിംഗ് ഒക്കെ മാറ്റാൻ വേണ്ടി ഒരു ചെറിയ തിരുവനന്തപുരക്കാരൻ, ഒരു പയ്യൻ, ഒരു ചുള്ളൻ അവിടെ നിന്ന് അയ്യോ മാറൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഭാവിയിൽ ഒരു പക്ഷേ ഇവനൊരു പടം എടുത്തേക്കാം, ഒന്ന് ചാൻസ് പെട്ടെന്ന് എന്നെ ചോദിച്ചേക്കാം, എടാ നീ പടം എടുത്ത് നമ്മളെയൊക്കെ വിളിക്കൂലേ എന്ന് പറഞ്ഞ് ഓടി വന്ന് പൊസിഷനിലേക്ക് വന്നിങ്ങനെ നിന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും വിളിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ആ സിനിമയുടെ കോർ ഡയലോഗ് എന്ന് പറയുന്നത് വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം ആ വാക്ക് പാലിച്ചു. വെറുതെ ചുമ്മാ ഒരു കുഞ്ഞു റോളൊന്നും തന്നിട്ടല്ല പാലിച്ചത്. നമ്മളുടെ സ്റ്റാറിനോടൊപ്പം, നമ്മുടെ സൂപ്പർ സ്റ്റാറിനോടൊപ്പം അത് മണിയന്റെ മാണിക്യമായിട്ട് തന്നെ ഒരു മാണിക്യക്കല്ല് പോലെയുള്ള ഒരു റോള് തന്ന അദ്ദേഹത്തിന്റെ പേരായിട്ടാണ് എന്നെ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇത്രയും സുന്ദരനും സുമുഖനും സൽസ്വഭാവിയുമായിട്ടുള്ള കുറച്ച് ഓക്കെ അല്ലേ, എന്നെ ലിമോസിൽ കേട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞിരുന്നു ആയിട്ടുള്ള ഒരാളിപ്പോൾ ഞാൻ പറഞ്ഞു, ജിതിനെ നമ്മളിപ്പോൾ ഈ ടോവിൻ്റെ നായികയൊക്കെ ആവുന്ന സ്ഥിതിക്ക് ഞാൻ സൗന്ദര്യപരമായിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ മറ്റേ ബോട്ടോക്സ് ചെയ്യണോ മറ്റേത് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ഇതേ ലുക്കിലോട്ടാണ് ടോവിനോനെ ആക്കാൻ പോകുന്നത്. ടോവിക്ക് അത്രയും ലുക്ക് വേണ്ട, ലുക്കൊക്കെ വെച്ചിട്ട് ഒരുപാട് സിനിമ ചെയ്തു. അങ്ങനെ പിന്നെ പറഞ്ഞു വേറെയും 2 നടിമാർ ഇതിലുണ്ട്, ഇനി ടോവിക്ക് അങ്ങനെ വല്ല പരാതിയും വരുവാണെന്നുണ്ടെങ്കിൽ കൃതി ഷെട്ടി തെലുങ്കിൽ നിന്നും ഐശ്വര്യ രാജേഷ് തമിഴിൽ നിന്നും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതെനിക്ക് കുറച്ചുകൂടി വെല്ലുവിളിയായി. കാരണം നമ്മൾ മലയാളികൾ ഒട്ടും പിന്നോട്ട് പോകാൻ പാടില്ലല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ നിൽക്കില്ലേ? അപ്പൊ ഇപ്പൊ ഞാൻ അവരെല്ലാവരെയും കൂടെ പ്രതിനിധീകരിച്ച് കൃതി ഷെട്ടി ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കുറച്ച് ലുക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മള് ഇനി ആകെ ബ്രാൻഡ് ചെയ്യാനായിട്ട് ഏതോ ഒരാളെ വെച്ചിട്ടുള്ള മീശ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും ഏറെ കിട്ടിയിട്ടുണ്ട് നമ്മള്. അതെ. അപ്പോൾ എന്താണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെ വെല്ലുവിളിയുള്ള ഒരു റോളാണ്. ഒന്ന്, ഇതൊരു 10-35 വയസ്സിലുള്ള ഒരു ഇതുമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 10-67-70 ഇതിൽ നിങ്ങൾക്ക് കാണാം. എന്താണ്, ഒരു നാടിനെ ജയിച്ച കള്ളനാ നിന്റെ അച്ചാച്ചൻ എന്നൊക്കെ പറഞ്ഞത് ഡബ് ചെയ്ത് പോയാൽ കുറച്ചുകൂടി നന്നാക്കി തോന്നും. അപ്പൊ ആ റോള്, അപ്പൊ അത് 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ മേക്കപ്പ് ചെയ്ത് അമ്മൂമ്മയൊക്കെ ആക്കി അത് നല്ല മൊട്ടക്കുന്നിലാണ് നമുക്ക് ഷൂട്ടുള്ളത്. All right, Adil. Guys, are you ready to hear him speak? Are you? Do you want to hear Tovino speak? Manchester, I ask you one more time. Do you want to hear Tovino Thomas speak? There you have it. Hello. Mata. Patula. നിങ്ങൾ ബഹളം വെച്ചേ. ഇത്രയും നേരം താഴ്ത്തിരുന്ന എല്ലാവരും എന്നെ പറ്റി നല്ലത് പറഞ്ഞ് നല്ല വീഡിയോ ഒക്കെ ഇട്ട് ഒരു 5 മിനിറ്റും കൂടെ ഇത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞേനെ. ഒരുപാട് സന്തോഷം. നേരത്തെ ചോദിച്ചില്ലേ ഈ സൈഡാണോ ജയിച്ചതെന്ന്? ഞാനാണ് ജയിച്ചത്. നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ ഞാനാണ് ജയിച്ചത്. താങ്ക് യു സോ മച്ച്. നമ്മൾ വീട് വിട്ട് ഇത്രയും ദൂരം നമ്മളൊരു സിനിമ, ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള സിനിമയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആ സിനിമയുടെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഞങ്ങളോട് വന്നപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഇത്രയും നല്ല സ്വീകരണവും എന്തോ ഈ സ്നേഹവും ഒരു സിനിമ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പടവും കണ്ടിട്ടില്ല. അവൻ എത്രയും എങ്ങോട്ട് സിനിമ ആണ്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഇന്ന് ഈ ഞായറാഴ്ച എങ്ങനെ വേണമെങ്കിലും ചെലവഴിക്കാമായിരുന്നു. പക്ഷെ അത് ഞങ്ങളുടെ കൂടെ ചെലവഴിക്കാൻ നിങ്ങൾ തീരുമാനിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇനി ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു 2017 ഞാൻ ചെയ്യാം എന്ന് വാക്കുകൊടുത്ത ഒരു സിനിമയാണ്. ജിതിനും ഞാനും ഈ പറയുന്ന ഇന്ന് നിന്റെ മൊയ്തീന്റെ സമയം മുതലുള്ള ബന്ധമുണ്ട്. ഞാനും ജിതിനും. ജിതിന് അതിൽ
അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. ഈവൻ അതിനു മുമ്പ് പൂതന എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് അന്ന് അവിടുത്തെ ലൊക്കേഷനിൽ ഞങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ വന്നിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത്. സുഹൃത്തുക്കളാവുന്നത് 2014 നമ്മളുടെ എന്ന് തന്നെ മൊയ്തീന്റെ സമയത്താണ്. അത് കഴിഞ്ഞ് 2017 ഇത് ചെയ്യാൻ തീരുമാനിച്ചിട്ട് പോലും ഇത്രയും നാളെടുത്തു അത് നടക്കാനായിട്ട്. പല കാരണങ്ങളാണ്. ഡേറ്റിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, നമുക്കൊരു സോളിഡ് പ്രൊഡക്ഷന്റെ അന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ഇത് ഷൂട്ട് ചെയ്തപ്പോഴും അങ്ങനെ വലിയ സാഹചര്യത്തിലൊന്നും അല്ല ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വെക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ഈ സിനിമ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നല്ലേ പറയുന്നത്, ആ പനയാണ് ഇത് ഞങ്ങൾ തിന്നുകൊണ്ടിരുന്ന പന. അപ്പോ ഞങ്ങൾ ഒരു വിധത്തിൽ സിനിമേനെ ഒരു രീതിയിലും ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള പ്രതിസന്ധികൾ സിനിമയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിരന്തരമായിട്ട് അഭിനയത്തിന് ഒരുപാട് അപ്രിസിയേഷനും പുകഴ്ത്തലുകളും അവാർഡും ഒക്കെ കിട്ടി എല്ലാവരും അഭിനയത്തിനെ പറ്റി മാത്രം സുരഭിയോട് സംസാരിച്ചിട്ട് സുരഭിയുടെ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ചെറിയൊരു ഡൗട്ടുണ്ട്. ഞാൻ പല ദിവസങ്ങളായിട്ട് ഞാനത് കേൾക്കുകയാണ്. സുരഭിക്ക് സൗന്ദര്യമില്ല എന്ന് വിശ്വസിക്കുന്നവരൊക്കെ കൈപൊക്കുന്നു. പൊക്കരുത് എന്നാണ് അർത്ഥം. അതായത് ഇതിനകത്തൊരു സീനുണ്ട്, അങ്ങനത്തെ സീനല്ല, ഞങ്ങളൊരു റൊമാൻറ്റിക് സീനുണ്ട്. ആ സീനില് ജോമോൻ ചേട്ടൻ ലൈറ്റിപ്പില് നിങ്ങൾ സുരഭിനെ കാണണം. അത്രയും സൗന്ദര്യമുള്ള ബാക്കി എത്ര നടിമാരെ നിങ്ങൾക്ക് പരിചയമുള്ളത് എനിക്ക് കാണാം. വിനയമായി കണ്ടു അതിനു വേണ്ടി ഇവരെല്ലാം മറക്കുകയാണ്. അടുത്ത് ഞങ്ങൾ ഫ്രാൻസിലേക്കാണ്. ഞാൻ സിനിമയില് വന്ന കാലത്ത് പയ്യനാണ് ഞാൻ അന്ന് ഞാൻ വന്നിട്ട് ABCD-യിൽ എനിക്ക് ഷൂട്ടില്ലെങ്കിലും ഞാൻ അവിടെ സെറ്റിലൊക്കെ കറങ്ങി നടക്കും. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഒരു ഹോസ്പിറ്റൽ സീനുണ്ട്. ആ ഹോസ്പിറ്റൽ സീനിൽ ഞാൻ അവിടെ വെറുതെ നിൽക്കുകയാണ്. അപ്പൊ എന്നെ സൈഡിൽ നിന്ന് പിടിച്ച് റാഗ് ചെയ്ത എന്റെ സീനിയറാണ് ഈ നിൽക്കുന്നത്. ഞാൻ പകരം നായികയാക്കി പ്രതികാരം ചെയ്തു എന്നാണ് ഇപ്പൊ വെപ്പ്. പക്ഷെ ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ തന്നെ പടം കണ്ടു കഴിയുമ്പോൾ നിങ്ങളും പറയും ഇത് ചെയ്യാൻ വേറെ ആരും ഉള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അടിപൊളിയാണ് ഈ പടത്തിനകത്ത്. പ്രത്യേകിച്ച് ഈ രണ്ട് ക്യാരക്ടറിന്റെ രണ്ട് ഏജ്, അതിന്റെ ഗെറ്റപ്പില് മാത്രമല്ല, ഗെറ്റപ്പില് ചെയ്യാൻ പറ്റും, പക്ഷെ അത് ഫാൻസി ഡ്രസ് ആവാതെ ആ ക്യാരക്ടറിന്റെ എന്താ പറയുക ചിന്തകൾ പോലും ഉൾക്കൊണ്ട് ആ പ്രായം സ്ക്രീനിൽ പ്രതിഫലിപ്പിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. നമ്മൾ ഈ പണിയെടുക്കുന്ന കാരണം കൊണ്ട് അറിയാം അത് ചില്ലറ പണിയല്ല. അതിന് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റും. താങ്ക് യു. അതെനിക്ക് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. ഇദ്ദേഹം ഒരു ട്രെയിനിങ് ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നത് എന്ന് പറഞ്ഞല്ലോ. മണിയന്റെ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഞാൻ ബേസിക്കലി ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. അപ്പം നമുക്ക് അല്ലാത്ത തിയേറ്റർ അല്ലാതെ ചെയ്യുന്ന ആക്ടേഴ്സിൻ്റെ ഒക്കെ കൂടെ അഭിനയിക്കുമ്പോഴും ഒക്കെ നമുക്കൊരു ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ കിട്ടും. പക്ഷേ ഒരു തിയേറ്റർ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ അത് ഒന്ന് വേറെ തന്നെയാണ്. അത് രണ്ടും കൂടെ ഇങ്ങനെ ഇടിച്ചു നിൽക്കും. അതേപോലെ ആയിരുന്നു മണിയൻ ചെയ്ത സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെ ആക്ട് ചെയ്തപ്പോൾ. കാരണം ആ രീതിയിലുള്ള ഒരു ട്രെയിനിങ്ങോട് കൂടിയിട്ടാണ് ഇദ്ദേഹം അതിൽ അഭിനയിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം മണിയൻ്റെ എല്ലാവരുടെ എല്ലാ അജയനാണെന്നുണ്ടെങ്കിലും കുഞ്ഞിക്കേളുവിൻ്റെ ഒക്കെ കണ്ണുകൾക്ക് വളരെ പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഓരോ ക്യാരക്ടർ ആകുമ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന വിസ്മയങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അതിനോ വേറെ എന്ത് വേണമെങ്കിലും ഒരു നടന്ന് ചെയ്യാം, മൊബൈൽ നോക്കിയിരിക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം, ചാറ്റ് ചെയ്യുക ഒക്കെ ചെയ്യാം. ഇതൊന്നും ചെയ്യാതെ അവിടെ ഇരുന്ന് സമം ആലോലിതം സാജി പ്രാലോകിത നിമീലിതേ എന്ന് അങ്ങനെ ഒരു ശ്ലോകമുണ്ട്. അതനുസരിച്ചിട്ടാണ് ഈ കണ്ണ് സാധകം ചെയ്യുക. അപ്പം ഇദ്ദേഹം ആ കണ്ണ് സാധകം ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ഇവിടെ നടക്കുന്നത്? അല്ല, മണിയൻ്റെ കണ്ണിൻ്റെ ഒരു ഇതുണ്ട്. അപ്പം ഞാൻ അതിങ്ങനെ എനിക്ക് അധികം ടൈം കിട്ടിയില്ല. വേറെ ഏത് നമ്മളെ തെലുങ്കിലോ അല്ലെങ്കിൽ ഹോളിവുഡിലോ ഒക്കെ ഉള്ള ആക്ടേഴ്സിന് ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ ചിലപ്പോൾ ഒരു 6 മാസം 1 വർഷമൊക്കെ എടുക്കുമായിരിക്കും, ഓരോന്നിൽ നിന്ന് ഓരോന്നിൽ. ഇത് നമ്മൾ സ്വിച്ച് ഇട്ട പോലെ 10 ദിവസം കഴിയുമ്പോൾ അടുത്ത ക്യാരക്ടർ, 20 ദിവസം കഴിയുമ്പോൾ അടുത്ത ക്യാരക്ടർ എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ മലയാള സിനിമയിലുള്ള ആക്ടേഴ്സാണ് അങ്ങനെ ഒക്കെ അഭിനയിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ പല ഹോളിവുഡ് ആക്ടേഴ്സിനെ പറയുകയാണെങ്കിൽ അവരെടുക്കുന്ന സമയം
ആ ക്യാരക്ടറിലേക്ക് പോകാൻ വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതില്ലാതെ കുഞ്ഞു സമയം കൊണ്ട് ഇദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ വന്ന് ഞങ്ങൾ അങ്ങോട്ട് തള്ളി മറക്കല്ല കേട്ടോ. നമ്മൾ എന്ത് ചെയ്തു നമ്മളെ നാട്ടുകാരോട് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും പറയുമോ? ആരും പറയൂല. അതുകൊണ്ട് അത് നിങ്ങളെല്ലാവരെയും പേഴ്സണലി തിയേറ്ററുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇത്രയും ദൂരം വന്നിരിക്കുക. ആദ്യമായിട്ടാണ് ഞാനും ഒരു ഇന്ത്യക്ക് പുറത്ത് നമ്മൾ മാക്സിമം മിഡിൽ ഈസ്റ്റിലേക്കാണ് പ്രൊമോഷൻസ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാനും ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പ്രൊമോഷൻ കിട്ടി ഇവിടെ വരെ വരുന്നത്. ഇവിടുത്തെ ഇത്ര നല്ല റിസപ്ഷൻ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇതിനു മുമ്പ് ഞാൻ അഭിനയിച്ചിരുന്ന 2018 ഈ UK അയർലൻഡ് ഭാഗത്ത് ഭയങ്കര ഓട്ടോ ഓടിയിട്ടുണ്ടെന്ന് കേട്ടു. അതിന്റെ നന്ദി ഇതിനോടൊപ്പം അറിയിച്ചോളൂ. താങ്ക് യു. ഡെഫിനറ്റ്ലി ഇതിനകത്ത് ഇന്ന് ഒരു ലോഞ്ച് നടന്നിട്ടുണ്ട് നമ്മുടെ പടത്തിന്റെ. ഓക്കെ അല്ലേ? മീശ വായിക്കാൻ പോയോ? അധികം സംസാരിക്കാൻ പറ്റില്ല. കടിവിട്ട ആ കാക്ക പറന്നു പോകും. അവന്റെ സൈഡിൽ നിന്നു നമുക്ക് ലുക്ക് മതി. ഓക്കെ, ഒരുക്കിന കൈയുടെ മാവിലി കൊടുത്തേ. ചെന്നൈയിൽ ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യായിരുന്നു കോഗ്നിസന്റിൽ. അപ്പോൾ ഒരു സിനിമയിലേക്ക് ഒരു അവസരം, അത് പിന്നീട് നടന്നില്ല. പക്ഷെ എങ്കിലും ആ ഒരു അവസരം കിട്ടിയിട്ട് ഡയറക്ടറെ കാണാനായിട്ട് നാട്ടിലേക്ക് വരാനായിട്ട് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അന്ന് ഫ്ലൈറ്റിലൊക്കെ ഞാൻ ആദ്യമായിട്ട് പോകുന്നത് ആ സമയത്താണ്. ഞാൻ ഓഫീസിൽ 2010 ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ്. അന്ന് കയ്യിലുണ്ടായിരുന്ന പൈസയിൽ നിന്ന് എൻ്റെ ടിക്കറ്റിനുള്ള പൈസ പേ ചെയ്ത ഒരു കൂട്ടുകാരി എനിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് എന്നെ സ്ഥിരമായിട്ട് ഓഫീസിലേക്കും തിരിച്ച് വീട്ടിലേക്കും കൊണ്ടുവിട്ടുകൊണ്ടിരുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. ആള് തമിഴാണ്. പുള്ളി ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ സമയം പുള്ളിയുടെ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന ദിവസം ഞാനിങ്ങനെ എയർപോർട്ടിലേക്ക് പോകണം, രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം, അതിന് എവിടെ ഓട്ടോ കിട്ടും ചേട്ടാ എന്ന് ചോദിച്ചപ്പോൾ ആ വണ്ടി ഓടിക്കുന്ന ചേട്ടൻ പറഞ്ഞത്, ഓട്ടോ വേണ്ട, ഞാൻ വരാം, കൊണ്ടാക്കാം എന്നുള്ളതാണ്. അതായത് നൈറ്റ് ഷിഫ്റ്റിനുള്ള ആൾക്കാരെ കൊണ്ടാക്കി കഴിഞ്ഞ് പുള്ളി എൻ്റെ അപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ വന്ന് വെയിറ്റ് ചെയ്ത് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അനുഗ്രഹിച്ചു വിട്ട ഒരു ടാക്സിക്കാരൻ ചേട്ടൻ വരെയുണ്ട്. പുള്ളി എൻ്റെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ചിട്ടില്ല, എൻ്റെ കയ്യിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആർക്കും അങ്ങനെ ഒറ്റയ്ക്ക് ഒന്നും ആവാൻ പറ്റില്ല. നമ്മളൊക്കെ സമൂഹ ജീവികളായതുകൊണ്ടും ഞാനതിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നതുകൊണ്ടും ഞാൻ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് പേർക്ക് പങ്കുകൊണ്ട് അതിൽ എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കും പങ്കുണ്ട്. താങ്ക് യു സോ മച്ച്. മുണ്ടെടുക്കാൻ അറിയാതെ, മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ PK രാംദാസിന്റെ മകൻ ജതിൻ രാംദാസ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് മുണ്ടെടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം. എനിക്ക് മലയാളത്തിൽ സംസാരിക്കാനും അറിയാം, വേണ്ടി വന്നാൽ നല്ല 2 തെറി പറയാനും അറിയാം. മലയാള സിനിമയുടെ ഒരു തുടക്കമാണ്. നിങ്ങളുടെ ഈ പ്രോത്സാഹനം കാണുമ്പോൾ നാളെ അജയന്റെ 2ാം മോഷണത്തിന്റെ വിജയവും കാണുമ്പോൾ കൂടുതൽ സിനിമകൾക്ക് ഇവിടെ വന്ന് ലോഞ്ച് ചെയ്യണമെന്ന് തോന്നും. തീർച്ചയായും ഇനിയും ഒരുപാട് മലയാള സിനിമകൾ നിങ്ങളുടെ ഇടയിൽ വന്ന് ലോഞ്ചുകൾ നടക്കും. അതിന്റെ ഒരു തുടക്കമാണ് ആ വിളക്ക് കത്തിക്കലിലൂടെ നടക്കുന്നത്. ഉറപ്പായും മാഞ്ചസ്റ്റർ and all you people of UK, thanks for all the love that you're showing Malayalam cinema, and please continue. We will have a lot more launches happening. അതെല്ലാം കൊണ്ട് ഞാനും വരാം.